എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അമൃതം പൊടിയുടെ പലർക്കും അമൃതം പൊടിയുടെ പലഹാരങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടേ മോന് സ്നാക്കായിട്ട് സ്കൂളിൽ കൊടുത്തു വിടുകയൊക്കെ ചെയ്യും. അവനും ഇത് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാവേ. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത്. അതിപ്പോൾ അങ്ങ് മാറ്റി വെച്ചിട്ടേ ഞാൻ 2 കട്ട ബെല്ലം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. ഈ ബെല്ലം പെട്ടെന്ന് ഉരുക്കി കെട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഈ ബെല്ലം അങ്ങ് വെച്ചിട്ട് നമ്മുടെ പൊടിക്കൊക്കെ ചെയ്യുന്ന ആ കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല പോലെ ഇടിച്ചങ്ങ് പൊടിച്ചെടുക്കുവേ. എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊരു 180 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് സ്റ്റൗവിൽ വെച്ച് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ പൊടിച്ചിട്ടിടുമ്പോഴേ പെട്ടെന്ന് ഉരുക്കി കിട്ടിക്കോളുമല്ലോ വെള്ളം. ഇതവിടെ ഇരുന്ന് ഉരുകിക്കോട്ടെ. അപ്പോഴേക്കും ഞാൻ അടുത്ത ബർണറിൽ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അമൃതം പൊടിയുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വറുത്തെടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പൊടിയുടെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴേക്കും ഇതൊന്ന് വറന്ന് കിട്ടും. ഇതിൻ്റെ മണമൊക്കെ ഒന്ന് ഒരു വറുത്ത മണം പോലെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അത്രയും നേരത്തേന് ഇത് വറുത്തെടുക്കാം. പിന്നെ അടുത്ത ഫ്ലെയിമിൽ ഇതിരിപ്പുണ്ട്, നമ്മുടെ വെള്ളം ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാനായി തുടങ്ങിയപ്പോഴേ ഞാനിതിൻ്റെ തീ ലോ ഫ്ലെയിമിൽ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് പതുക്കെ അവിടെ ഇരുന്ന് തിളച്ച് ഉരുകിക്കോട്ടെ. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഈ വെള്ളം നല്ലപോലെ അങ്ങ് ഉരുകി വന്നു കേട്ടോ. അപ്പം ഞാനതിൻ്റെ തീ ഓഫ് ചെയ്തു. പിന്നെ ഈ അമൃതം പൊടി അവിടെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. വെള്ളം ഉരുകിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി നേരമൊന്നും അങ്ങനെ വിട്ടിട്ട് പോകരുത്. ഇത് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പിന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം ഉരുക്കിയത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ. അത് തണുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അമൃതം പൊടി ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റിന് മേലെ ആയിട്ടുണ്ട്. ഇത് വറന്ന് വരുന്നതിൻ്റെ ആ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്നുകൂടെ ചൂടായിട്ട് കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ പാന ഇനിയും ആവശ്യമുണ്ട് കേട്ടോ. ഈ പാനിലുണ്ടായിരുന്ന പൊടിയൊക്കെ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ട് ഇത് ഒന്നുകൂടെ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തേ. എന്നിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് അമൃതം പൊടിയല്ലേ എടുത്ത് തന്നെ. അപ്പോൾ അതിൻ്റെ 4/1 തേങ്ങ ചേർത്താൽ മതിയേ. തേങ്ങ നമ്മൾ കറിക്കൊക്കെ വറക്കുന്നത് പോലെ വറുത്തെടുക്കേണ്ട കാര്യമില്ല. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം. ഇതിൽ വെള്ളമയമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലോണം ഒന്ന് ചൂടായി കിട്ടണം. തേങ്ങ നല്ലപോലെ ചൂടായി കഴിയുമ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അമൃതം പൊടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ പാനിലേക്കുണ്ടല്ലോ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എത്ര കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനനുസരിച്ച് ഗുണവും കൂടുമല്ലോ. പക്ഷേ ചില ആൾക്കാർക്ക് നെയ്യുടെ ടേസ്റ്റ് അങ്ങനെ മുമ്പിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് കുറവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് നല്ലപോലെ ഉരുകി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മുഴുവനോടെ ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. മുറിച്ചിടുന്നതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണം എന്നുള്ളവർക്ക് അതൊക്കെ ചേർക്കാവേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അമൃതം പൊടിയും തേങ്ങയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഈ തവി വെച്ചിട്ട് തന്നെ ഇങ്ങ് ആദ്യം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. ഈ നെയ്യുടെ അംശമൊക്കെ ഉണ്ടല്ലോ ഈ അമൃതം പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഇന്ന് ഈ തേങ്ങയും ഡ്രൈ ഫ്രൂട്ട്സും നെയ്യും ഒക്കെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ എള്ളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതല്ലേ അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ, കൂടുതൽ ഹെൽത്തി ആയിക്കോളൂല്ലോ. അത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ബെല്ലം ഇതിനകത്തോട്ട് അരിച്ചൊഴിക്കാവേ. ഞാൻ നേരത്തെ അരിച്ചൊന്നും വെച്ചില്ലായിരുന്നു, ചുമ്മാ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കാം. നമുക്ക് മുഴുവൻ ബെല്ലം ഉരുക്കിയതും വേണ്ടി വരില്ല. എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ.
ഞാൻ ഈ ഒഴിച്ചു കൊടുത്തത് പാകത്തിനായിരുന്നേ. അപ്പോൾ എന്നിട്ട് വെള്ളം ഉരുക്കിയത് അരിച്ചൊഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ ആദ്യമേ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുവാണ് കേട്ടോ. നമുക്ക് ഉണ്ട ഉരുട്ടാനൊക്കെ ഒരു പാകത്തിനായി കിട്ടുമല്ലോ, അതുവരെ തന്നെ മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. വേണമെങ്കിൽ ഉണ്ട പോലെ ഉരുട്ടിയെടുക്കുവോ പരത്തിയെടുക്കുവോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടേ ഈ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിലേക്ക് ആ പാത്രത്തിൻ്റെ അടിയിലൊരു ഇത്തിരി നെയ്യ് പരട്ടിയിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് എവിടെയോ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ മാവ് മുഴുവൻ അങ്ങ് ഇട്ടിട്ട് നല്ല പോലെ അമർത്തിയതിന് ശേഷം കൈ വെച്ചിട്ട് അമർത്തി ആദ്യമേ, അത് കഴിഞ്ഞിട്ട് നല്ല സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ അങ്ങ് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അമർത്തിയിട്ട് ഇതങ്ങ് നല്ല പോലെ തണുക്കാനായിട്ട് വെച്ച്. അങ്ങനെ തണുക്കാനായിട്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ചെറിയ ചൂടോടുകൂടി തന്നെ മുറിച്ചെടുത്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ചുമ്മാ അങ്ങനെ മാറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതങ്ങ് മുറിച്ചെടുത്തു കേട്ടോ. പക്ഷേ ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പം കുറേശ്ശെയൊക്കെ പൊടിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനൊരു ഷേപ്പിൽ മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തതാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടിയില്ല. ഇച്ചിരിയൊക്കെ പൊടിഞ്ഞൊക്കെ പോയി. എന്നാലും ബാക്കി പൊടിയൊക്കെ അങ്ങനെ തന്നെ കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലും വലുപ്പത്തിലും ഒക്കെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ സാധാരണ ഇങ്ങനെ അമൃതം പൊടി ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇത് ഞാൻ ഡപ്പയിലിട്ട് വെച്ചിട്ടേ ഡപ്പ എത്ര പെട്ടെന്ന് കാലിയായെന്നറിയാമോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നല്ല ഹെൽത്തിയും അല്ലേ. അമൃതം പൊടി ഒന്നാമത് ഹെൽത്തിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും നെയ്യും ഒക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ ഹെൽത്തി ആവുമല്ലോ. അപ്പോൾ അമൃതം പൊടി കിട്ടുന്നവരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പം കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ അടുത്ത വീടുകളിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തരുവേ 1-2 പാക്കറ്റൊക്കെ അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടും എന്തായാലും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യണേ.